പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്തദാസൻ കുടുംബം, നമ്മ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ സൂപ്രണ്ടൻ്റ് ആയിരിക്കുന്ന പാസ്റ്റർ ടി ജെ ഷൗമൽ സർ, അതുപോലൊപ്പം തന്നെ WMCക്ക് നേതൃത്വം നൽകുന്ന പ്രിയ മറിയമ്മ ഷൗമേൽ, ഈ സെക്ഷൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ദേവദാസൻ, ഇവിടെയായിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദേവദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് തോമസ് എന്നാണ്. എൻ്റെ സ്വദേശം തിരുവല്ല എന്ന് പറയുന്ന ദേശത്താണ്. ഞാൻ ന്യൂ തിയോളജിക്കൽ കോളേജ് ഡെറാഡൂണിൽ ദൈവവചനം പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കഴിഞ്ഞ മാർച്ചിൽ ഞാൻ അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. തുടർന്നുള്ള പഠനത്തിനായി പോകുന്നതിന് മുമ്പ് കുറച്ചു കാലം സീനിയറായ ഒരു ദൈവദാസൻ്റെ കൂടെ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ നമ്മുടെ ബഹുമാനിയ സൂപ്രണ്ടായിരിക്കുന്ന ടി ജെ ഷൗമൽ സാറിനോട് ശുശ്രൂഷയിൽ അസിസ്റ്റ് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. അന്ന് മുതൽ അനേക സ്ഥലങ്ങളിൽ പോകുവാനും അനേക ദൈവമക്കളെ കാണുവാനും അനേക കൂട്ടായ്മയിൽ പങ്കെടുപ്പാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. അത് മുഖാന്തരം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിലും ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചെറിയൊരു ചിന്ത നിങ്ങളോട് പറഞ്ഞ് ഞാൻ വേഗത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാൾ ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുള്ള ദൈവകൃപയാത്രേ. ഈ 15-ാം അധ്യായം യേശു ക്രിസ്തു മരിച്ചു എന്നും എന്നാൽ 3-ാം ദിവസം മരണത്തെ തകർത്ത് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പൗലോസ് വളരെ ശക്തമായി വിവരിച്ചു തരുന്ന ഒരധ്യായമാണ്. ആ കാലഘട്ടത്തിൽ ചില ചിന്തകൾ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു മരിച്ചു എന്നാൽ ഉയർത്തെഴുന്നേറ്റില്ല എന്ന് വിശ്വസിച്ച ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തോട് അപ്പോസ്തലൻ വളരെ ശക്തമായി ഊന്നൽ നൽകി പറയുന്നു, യേശു മരിച്ചു എന്നുള്ളത് സത്യമാണെങ്കിൽ 3-ാം ദിവസം മരണത്തെ തകർത്ത് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. എന്നിട്ട് തെളിവുകൾ നിരത്തുകയാണ്. ഒന്നാമതായി കേഫാവിന് അവൻ പ്രത്യക്ഷനായി. രണ്ടാമത് 12 അവൻ പ്രത്യക്ഷനായി. മൂന്നാമത് പറയുന്നു സഹോദരന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. പിന്നീട് പറയുന്നു യാക്കോബിന് അവൻ പ്രത്യക്ഷനായി. പിന്നീട് പറയുന്നു അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും അവൻ പ്രത്യക്ഷനായി. അവസാനം പറയുന്നു ഒടുവിൽ എനിക്കും അവൻ പ്രത്യക്ഷനായി. ആ ഒടുവിൽ എന്ന വാക്ക് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ ഒരു ചിന്തയുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ലൈഫിലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം ആവുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലും വെളിപ്പെട്ട് വരും. ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കാം, ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ഒരു ജീവിതമായിരിക്കാം, ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിലില്ലായിരിക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ലായിരിക്കാം. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷനായി മാറും. ഹല്ലേലൂയ. പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ പറയുന്നു, അപ്പോസ്തലൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. പൗലോസ് പറയുകയാണ്, അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. കാരണം ഒരു കാലത്ത് ഈ യേശുവിനെ പിൻപറ്റുന്ന ജനത്തെ, ഈ സഭയെ തകർപ്പാനും മുടിപ്പാനും നടന്നവനാ ഞാൻ. ഹല്ലേലൂയ. ഈ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദ്രോഹിച്ചവനാ ഞാൻ. ഈ സത്യത്തിന് വേണ്ടി നിന്നവരെ മുടിച്ചു കളയാൻ ശ്രമിച്ചവനാ ഞാൻ. എന്നാൽ തികച്ചും അയോഗ്യതയുടെ നടുവിൽ എന്നെ തേടി വന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം. ഒടുവിൽ അവൻ എനിക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നത്, തികച്ചും യോഗ്യതകളുടെ നടുവിലല്ല യേശു എന്നെ തേടി വന്നത്, മറിച്ച് തികച്ചും അയോഗ്യതയുടെ നടുവിൽ എന്നെ തേടി വന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. യോഗ്യന്മാരെ തേടി പോകുന്നവനല്ല എൻ്റെ യേശു. യോഗ്യന്മാരെ തപ്പി പോകുന്നവനല്ല എൻ്റെ യേശു. നിന്റെ ജീവിതത്തിൽ എത്ര അയോഗ്യതകൾ ഉണ്ടെങ്കിലും ആ അയോഗ്യതയുടെ നടുവിൽ നിന്നെ തേടി നിന്നെ ഇറങ്ങി വരുന്നവനാണ് എൻ്റെ യേശു. അവസാന വാക്യം നമ്മൾ വായിച്ച വാക്യം വായിക്കുമ്പോൾ, ദൈവകൃപയാലാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അവസാന ആ ഖണ്ഡിക വായിക്കുമ്പോൾ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവരെക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു. നീ
നീ നേരത്തെ വന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതിലല്ല. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവം വെളിപ്പെട്ട് താമസിച്ചായിരിക്കാം. ലിസ്റ്റ് എടുക്കുമ്പോൾ, ലോകത്തിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ അവസാനമായിരിക്കാം ഒരുപക്ഷെ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. എന്നാൽ നേരത്തെ വെളിപ്പെട്ടവർക്ക് ചെയ്യാൻ കഴിയാത്ത, നേരത്തെ ദൈവത്തെ കണ്ടുമുട്ടിയ പലർക്കും ചെയ്യുവാൻ കഴിയാത്ത, പല യോഗ്യതകളും പറഞ്ഞു നടന്ന പലർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ ശുശ്രൂഷ ചെയ്തെടുക്കാൻ ദൈവം ഉപയോഗിച്ചത് അവസാനം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ലോകപരമായി നമ്മൾ പലതും ചിന്തിക്കും. ഞാൻ താമസിച്ചു പോയി, എൻ്റെ വയസ്സ് ഇത്രയായി, എൻ്റെ ആരോഗ്യം പോയി, എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് പല പരിമിതികളുണ്ട്, എനിക്ക് വലിയ കുടുംബ പശ്ചാത്തലമില്ല, എനിക്ക് വലിയ പാരമ്പര്യം പറയുവാൻ ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന പലരും ഇതിനകത്തുണ്ടായിരിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന് അതൊരു വിഷയമല്ല. ദൈവത്തിന് നിന്റെ പാരമ്പര്യം വിഷയമല്ല, ദൈവത്തിന് നിന്റെ ആരോഗ്യം വിഷയമല്ല, ദൈവത്തിന് നിന്റെ വയസ്സ് വിഷയമല്ല. ദൈവത്തിന് ആവശ്യം സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, ദൈവസന്നിധി പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, നിന്റെ ലിമിറ്റേഷനുകളെ മാറ്റിവെച്ച് പല യോഗ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത, പല മാനിക്കപ്പെട്ടവർക്ക് ചെയ്യുവാൻ കഴിയാത്ത വലിയ ദൈവിക ശുശ്രൂഷ ഒരു യോഗ്യതയുമില്ലാത്ത നിന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ കാലത്ത് നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃപയാണ്. ലോകത്തിന്റെ കഴിവുകൊണ്ടോ ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടോ ഈ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ല. ഇതെല്ലാം വേണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവകൃപ നിന്നിലുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്നിലുണ്ടെങ്കിൽ, ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിലൂടെ ഈ ദേശത്ത് ദൈവം വലിയ പ്രവൃത്തി ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് വേണ്ടുന്നത് ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ 2025 2-ാം മാസത്തിൽ ആ ദൈവകൃപ തികഞ്ഞവരായി, ആ ദൈവകൃപ ദൈവസന്നിധിയിൽ ചോദിച്ചു വാങ്ങിച്ച്, ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ പദ്ധതി നിറവേറ്റുവാൻ ഈ സഭയെ ദൈവം സഹായിക്കട്ടെ, ഈ സെക്ഷനെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സമയമൊരുക്കി തന്ന ദൈവദാസനോട് ക്ഷമയോടെ കേട്ടിരുന്ന ദൈവമക്കളോടെല്ലാം നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് നമ്മളെ സഹായിക്കും.